Hello dear friends, welcome to my YouTube channel. Haru and Tanu. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സ് റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. സോയ ചങ്ക്സ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് സോയ ചങ്ക്സ് ഉണ്ട്. കണ്ടോ, കുറച്ചൊരു വലിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് ഞാനിന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റോസ്റ്റ് തയ്യാറാക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ വെള്ളത്തിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില 2 തണ്ട് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള 3 ചേർത്ത് കൊടുക്കാം. നീളത്തിൽ മുറിച്ച സവാളയാണ്. സവാള ഒന്ന് വലിഞ്ഞു വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് സോയ ചങ്ക്സ് നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന മസാല അതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ട് നമ്മുടെ സോയ ചങ്ക്സ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. സവാള ഇവിടെ ആവശ്യത്തിന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇളക്കി കൊടുക്കാം. അടുത്തത് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല കൂട്ട്, ഗരം മസാല പൗഡറാണ് 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. മസാല ഒരേ രീതിയിൽ എല്ലായിടത്തേക്ക് എത്താനായിട്ടാണ് ഇന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പ് പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സോയാ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ സോയാ ചങ്ക്സിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇന്നിപ്പോൾ ഞാനത് വിട്ടുപോയി. നമുക്ക് സോയ വെള്ളത്തിൽ വേവിക്കുന്ന സമയത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. സോയ നന്നായിട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. കണ്ടോ, വെജിറ്റേറിയൻസിന് ഒരു പറ്റിയ ഓപ്ഷനാണ് സോയ ചങ്ക്സ്. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് ചോറിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. Please like, share, subscribe to my channel. Keep watching. Haru and Tanu. Bye.